പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് കൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കണം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നമ്മുടെ ട്രെൻഡിങ് സബ്ജക്ട് ആണല്ലോ രേണു സുധി. അപ്പം നമ്മുടെ മരിച്ചുപോയ സുധിയുടെ വൈഫാണ് രേണു. അപ്പം രേണുവിനെ കുറിച്ച് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം രേണുവിന്റെ പേഴ്സണൽ ലൈഫോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർ ചെയ്യുന്ന റീൽസിനെ കുറിച്ചിട്ടോ ഉള്ള ഒരു വീഡിയോ അല്ല ഇത്. ഇത് അവർ ചെയ്ത ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം അവർ കഴിഞ്ഞ ദിവസം ലൈവിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസമാണ്. അപ്പം അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഇത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ പുറകിലായിട്ട് ഒരു 3 വയസ്സോ 4 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അവര് കാണിച്ച ഈ ഇതിന് തന്നെ ഈ ചെറ്റത്തനത്തിന് നാണമില്ലെന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിന് അഭിപ്രായമില്ല, അതിനൊരു കമന്റും ഇല്ല. നമുക്ക് അത് അവരുടെ ലൈഫ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതിനൊന്നും നമ്മളൊന്നും ആരും അവർക്ക് പൈസ കൊണ്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ അവരുടെ പ്രൊഫഷണലായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ ഈ ലൈവിൽ കാണിച്ചത് അത് പറയാതിരിക്കുമ്പോൾ അത് ചെറ്റത്തനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടൊന്ന് പറയണം. കാരണം അവര് ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ബാക്കിൽ ഒരു കൊച്ചു നിൽപ്പുണ്ട്. അപ്പൊ അവരുടെ ആ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് രേണു സുധി ഇങ്ങനെ കാണിച്ചത് ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഏതായാലും നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഒരു അധികാരം ഞാൻ തന്നില്ല. അദ്വൈത, നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് കത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് കൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പോടി. പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടി പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലോ. ഇതില് അവരുടെ പല വീഡിയോകൾ, റീൽസ് വീഡിയോയും ദാസേട്ടനുമായിട്ടുള്ള ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ അടിയില് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ ലൈവ് പോകുമ്പോൾ ഇങ്ങനെയുള്ള കമന്റ് പ്രതീക്ഷിച്ചിട്ട് വേണം ലൈവിന് പോകാൻ. അപ്പം ലൈവിന് പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതുപോലുള്ള വർത്താനം പറയാം, യാതൊരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇവിടെ ഒരു കൊച്ചും കൂടെ ബാക്കിലുണ്ട്. ഇത് കഴിഞ്ഞില്ല, ഇനിയുണ്ട് കേട്ടോ. ഒന്ന് കേട്ടു നോക്കാം. അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു നിന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. ഏതാ മുതുക്കൻ? നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുഴുവൻ വിളിച്ചിട്ട് തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ? പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവ് വരാതെ. പോടാ പോടാ പോടാ. എടി അന്നസുതി കുറെ പയറുമണിയുടെ ഡി പി ഇടാതെ നീ എടി തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളയല്ലേ തള്ളച്ചി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും. ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനും. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പം ഇതാണ് സംഭവം. ഇതാണ് ലൈവിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പം ഇതാണ് സംഭവം. അപ്പം ഇത് എനിക്ക് അങ്ങടെ ഡൈജസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ പോലും രേണുസുധിയുടെ ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ കമന്റിൽ രേഖപ്പെടുത്തണം. അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ല, ഈ ചെയ്തത് തെറ്റ് തന്നെയാണ്, നാണമില്ല ചട്ടത്തരം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.